ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടോമിക്കുട്ടനില്ലേ, ചെറുക്കൻ്റെ 25,000 കിലോമീറ്ററുള്ള സർവീസ് ആയിട്ടുണ്ട്. ഇത്രയും നാൾ ഓടിയിട്ടുള്ളതിൽ വെച്ച് ഈ സർവീസിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതേപോലെ തന്നെ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഈ വണ്ടിക്കുള്ള കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വൈകുന്നേരമായി വണ്ടി കൊണ്ടു കൊടുക്കാൻ പോവാണ് ആക്ച്വലി ഷോറൂമിലോട്ട്. കാരണം ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയത്. കൊണ്ടു കൊടുത്തിട്ട് വണ്ടി നാളെ വൈകിട്ടെങ്ങാനും പോയി എടുക്കാനാണ് തിരിച്ച്. അപ്പം മെയിനായിട്ടുള്ള ഇഷ്യൂസ് പറയാം, അതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടുന്നത്. 25K കിലോമീറ്റർ ഓടി, ഇത് ഇപ്പോൾ 25,171. അപ്പം ഇതുവരെ എനിക്ക് എൻജിൻ സൈഡ് എന്തായാലും സൗണ്ടും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇന്നേ വരെ വന്നിട്ടില്ല. ആകെപ്പാട് വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതായത് ന്യൂട്രൽ ലൈറ്റ് കിടന്ന് മിന്നുന്ന പ്രശ്നം, ഇങ്ങനെ കിടന്ന് ഫ്ലിക്കറാവും. അതൊന്ന്. പിന്നെന്താണ് പറഞ്ഞാൽ, പിന്നെ ചില സമയത്ത് ഈ വണ്ടി ഓണാക്കുമ്പോൾ അത് വല്ലപ്പോഴേ ഉള്ളൂ, നമ്മുടെ ട്രിപ്പ് രണ്ടും അങ്ങ് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവും. ഈ മീറ്ററിനകത്ത് എന്തൊക്കെയോ കോഡൊക്കെ അന്നേരം എഴുതി കാണിക്കും, ABCD എന്തൊക്കെയോ എഴുതി കാണിക്കും. അങ്ങനെ കുറേ കോഡൊക്കെ എഴുതി കാണിച്ചിട്ട് ട്രിപ്പ് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവുക. അതൊന്ന് പറയണം. പിന്നെ ഈ ന്യൂട്രൽ ലൈറ്റ് ഫ്ലിക്കർ, ഈ രണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങൾ. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ ന്യൂട്രൽ ലൈറ്റ് മിന്നുന്നത് നമ്മുടെ ന്യൂട്രൽ സ്വിച്ചിൻ്റെ എന്തോ കുഴപ്പമാണ്. അത് ആൾറെഡി രണ്ട് വട്ടം അങ്ങോട്ട് മാറിയതാണ്. എന്നിട്ടും അത് കുറച്ച് ഓടി കഴിയുമ്പോൾ പിന്നെയും വരും. അപ്പോൾ അത് മാറാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് എഞ്ചിൻ്റെ കവർ ഈ സൈഡ്. അപ്പം അത് ഊരി, അത് അവിടെ നിന്ന് എനിക്കിപ്പോൾ ഒരു ലീക്ക് അടിക്കുന്നുണ്ട്. ലീക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലീക്കല്ല, മോളിൽ ആ വയർ വരുന്നുണ്ടല്ലോ, നമ്മുടെ ആൾട്ടർനേറ്ററിൽ നിന്നുള്ള വയറാണെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്തൂടെ ചെറിയൊരു ഓയിൽ മയമുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞ് ആ ഗ്യാസ്കറ്റ് കൂടെ ഒന്ന് മാറണം. ഇതൊക്കെ വാറണ്ടിയിൽ ക്ലെയിം ആവുന്ന കാര്യങ്ങളാണ്, ഈ ന്യൂട്രലിൻ്റെയും അതും ഇതൊക്കെ. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും നമുക്ക് ഷോറൂമിലെത്തിയിട്ട് നോക്കാം. ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആണ്ട് അച്ചറക്ക നമ്മുടെ വണ്ടി എടുത്ത് ഹായ് പറ. അപ്പം ഇതവൻ്റെ വണ്ടിയാണേ, ഇന്നാ എടുക്കുന്നത്. ഇതവൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവനെയും കൂട്ടി കൊണ്ടുപോകാനാണ്, കാരണം വണ്ടി എടുത്തിട്ട് തിരിച്ചു വരണ്ടേ. ഇത് BS4 ഫസ്റ്റ് ജനറേഷൻ, ആദ്യം ഇറങ്ങിയപ്പോൾ ഉള്ള വണ്ടിയാണ്. നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ലേറ്റായി.